എന്നെ തിരിച്ചറിയാതെ പോയതുകൊണ്ട് പറഞ്ഞപ്പോൾ എന്റെ
കൊച്ചുമക്കൾക്കു വേണ്ടി ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി ഒരു തൈ നടാം നൂറു കിളികൾക്കു വേണ്ടി ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി ഒരു തൈ നടാം നൂറു കിളികൾക്കു വേണ്ടി ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി ഗുരുത്വമാണെന്നെ ഏറെ ആവശ്യിച്ചത്. സത്യത്തിൽ എന്റെ കവിതയുടെ ആത്മാവ് കണ്ടെത്തുകയായിരുന്നു ആ ആവിഷ്കാരത്തിലൂടെ അവർ ചെയ്തത്. പിന്നെ ഇങ്ങനെ ഈ കുട്ടി ഇത്രമാത്രം ഇങ്ങനെ വികാരം കൊള്ളരുത്. അവിടൊക്കെ ഞാൻ പറഞ്ഞു വരുന്നത് ആദ്യങ്ങൾ മാത്രം അറിഞ്ഞ് പരിഭവിച്ചും വളർന്നവനാണ് അവൻ. അച്ഛൻ ഗവൺമെന്റ് സെക്രട്ടറി, അമ്മ അതിപ്രകൃത ഗൈനക്കോളജിസ്റ്റ്. ഇല്ലെന്നാണ് എന്റെ ഓർമ്മ. മറന്നിട്ടില്ല. ടൈംസിൽ സിവിൽ സർവീസ് കോച്ചിങ് നെക്സ്റ്റ് വീക്കിലല്ലേ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അവനെ മെഡിക്കൽ എൻട്രൻസ് കോച്ചിങ്ങിന് കിട്ടാൻ മതി. എന്റെ പാരമ്പര്യം നിലനിർത്താൻ അവൻ ഡോക്ടറാകണം. എനിക്കുമുണ്ടല്ലോ പാരമ്പര്യം. അവൻ ഐ.എ.എസ്.കാരനായാൽ മതി. അല്ല, ഞാൻ പറയുന്നത് എനിക്കുമുണ്ടല്ലോ പറയാൻ. അയ്യോ, എന്റെ കാര്യത്തിൽ നിങ്ങൾ ഇങ്ങനെ തല്ലുകൂടല്ലേ? ഡോക്ടറായ പോലെ നീ ഐ.എ.എസുകാരനല്ലേ ആകേണ്ടത്?
രണ്ട് വാക്കല്ല. പിന്നെ എനിക്ക് 14. ആകാശത്തിലുടനീളം ഭൂമിയിലെ കാഴ്ചകൾ ഓരോന്നായി കണ്ട് മനസ്സിലായി. എനിക്ക് പൈലറ്റ് ആളുകൾ പോരാ, പറക്കലിന്റെ സങ്കേതങ്ങൾ മുഴുവൻ പഠിക്കണം. ഏറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ്. എന്താ അല്ല അത് ഒരു ഡോക്ടറായിട്ട് പാരമ്പര്യം. പപ്പയും അമ്മയും അറിഞ്ഞോളൂ. ഈ കണ്ണൻകുട്ടിയുടെ ലോകം പറക്കലാണ്. നദികളും പർവ്വതങ്ങളും കടലുകളും താണ്ടി ചക്രവാളങ്ങൾ ബന്ധിപ്പിച്ച് ആ ഡോക്ടറിന് വൈകിട്ടത്തെ പാർട്ടിക്ക് എത്താൻ കഴിയില്ല. അതുകൊണ്ട് പോകും വഴി കണ്ണനെ ഒന്ന് ആശീർവദിക്കാൻ വരും. ഹാപ്പി ബർത്ത്ഡേ കണ്ണ. താങ്ക് യു. ഡോക്ടർ രാജി കോൺഫറൻസിൽ മിനിസ്റ്ററും സെക്രട്ടറിയും ഒക്കെ പങ്കെടുക്കുന്നുണ്ട്. സൈക്കാട്രിയിലെ അതിവിദഗ്ധനാണ് പേപ്പർ പ്രസന്റ് ചെയ്യുന്നത്. ഇൻടോക്സിക്കൻസ് വ്യാപനം എങ്ങനെ തടയാം, അതാണ് വിഷയം. ഡോക്ടർ, അന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ ഇവരെ മെഡിസിൻ അയക്കണമെന്നല്ലേ സജസ്റ്റ് ചെയ്തത്? അതെ, ഒരു ഫാമിലിയിൽ എന്തിനാണ് 2 ഡോക്ടേഴ്സ്? എന്റെ സജഷൻ ഇവന് IAS വിടണമെന്നാണ്. അപ്പോൾ കുഴപ്പമില്ലായിരുന്നു. ഒരു വീട്ടിൽ 2 IAS. അതുകൊണ്ട് ഇത് രണ്ടും വേണ്ടെന്ന് ഞാനങ്ങ് തീരുമാനിച്ചു. അവന് ഏറോനോട്ടിക്കൽ എഞ്ചിനീയർ ആകണമെന്ന്. ഞാനിവിടെ കേൾക്കുന്നതാണെങ്കിൽ അങ്ങനെ ആവട്ടെ. ഡോക്ടർ അത് തന്നെയാണോ പറയുന്നത്? മെച്ചോർ തന്നെ. അയാളുടെ ഫ്യൂച്ചർ അയാൾ തന്നെ തീരുമാനിക്കട്ടെ. വിഷയം ലക്ഷണ. താങ്ക് യു. ഞാൻ അറിയട്ടെ. ഇപ്പം എങ്ങനെ ഇരിക്കുന്നു? ആ, ഇഷ്ടം നടക്കട്ടെ. ഓക്കെ. എഞ്ചിനീയറിംഗ് കോളേജിലെ അതിസമർത്ഥനായ വിദ്യാർത്ഥി, അധ്യാപകർക്കും സഹപാഠികൾക്കും കണ്ണുമുന്നി. എന്നാൽ അവന്റെ സകല നന്മകളെയും ചോർത്തിയെടുക്കാൻ അവിടെ മറ്റൊരു കൂട്ടരുണ്ടായിരുന്നു. അവരാണോ എന്റെ കുട്ടിയെ? ഇമോഷണൽ ആകരുത്, ഞാൻ പറഞ്ഞു തീരട്ടെ. കുറ്റക്കാരാണെന്ന് നമുക്ക് പിന്നീട് വിധിക്കാം. നിക്കടോ, ഞങ്ങളും തന്നെ പോലെ പഠിപ്പിച്ചിട്ടൊന്നും അല്ലെങ്കിലും നമ്മൾ ക്ലാസ്മേറ്റ്സ് അല്ലേ? നിർബന്ധിക്കില്ല. No, it's a bad habit. എനിക്കിതൊന്നും ഇഷ്ടമല്ല. ആണുങ്ങൾക്ക് വേണ്ട ഓരോ നല്ല ഗുണങ്ങളും ഇദ്ദേഹത്തിനില്ല. കുടിയില്ല, വലിയില്ല, പെൺപിള്ളേരെ കണ്ടാൽ ഒഴിഞ്ഞു നോക്കുക പോലുമില്ല. എന്തെങ്കിലും കൊണ്ട് തന്നെ ഇടാൻ പറ്റുമോ? ഇപ്പൊ ഞങ്ങളുടെ കയ്യിലേ ഉള്ളൂ. അടുത്ത തവണ ചോക്ലേറ്റ് തരാം. ഇതങ്ങോട്ട് പിടിപ്പിക്കുന്നു. No, Please. no, Please. no, please. രക്ഷപ്പെട്ടു. അണ്ണൻ ഒരാണായതിന്റെ ആദ്യ പടി. എത്ര പടികൾ കയറാൻ കിടക്കുന്നു. 18, 101, 1001,
ലൈബ്രറിയിൽ ലാഭപ്പെടുന്ന നീ നരകത്തിന്റെ വാതിലോളം എത്തി അല്ലേ? ശ്രുതി, നീ എന്നെ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുക. നിന്നെ ശരിയായി പഠിച്ച ഒരേ ഒരു സുഹൃത്ത് ഞാൻ മാത്രമാണെന്ന് കണ്ണൻ എത്രയോ തവണ പറഞ്ഞിരിക്കുന്നു. നിന്റെ ഇന്റലിജൻസ്, ഭാഗ്യങ്ങൾ, എക്സ്ട്രാ ടാലന്റ് ഇതെല്ലാം എന്റെ അസൂയയോടെയാണ് ഞാൻ നോക്കിക്കണ്ടിട്ടുള്ളത്. എനിക്കില്ലാതെ പോയ എത്രയോ സൗഭാഗ്യങ്ങൾ. ഉന്നതരായ അച്ഛനമ്മ അവർ ഒരേ ഒരു മകന്റെ ജീവിതം സ്വർഗതുല്യമാക്കാൻ ജീവിതം തന്നെ ഉപയോഗിച്ചിരിക്കുന്നു. പക്ഷെ നീ ശ്രുതി, അവരെന്നെ വല്ലാതെ നിർബന്ധിച്ചപ്പോൾ ഒരു തവണ ഒരുപാട് തവണകളുടെ ആദ്യ കാൽവെപ്പാണത്. അവൻ പറഞ്ഞു നീ ശ്രദ്ധിച്ചില്ലേ? നീ ഒരാളായതിന്റെ ആദ്യപടിയാണ് നിന്റെ ആദ്യത്തെ ഒരു കവിൾ പുകയുന്നു. ഓർത്തോ, അത് നിന്റെ നാശത്തിന്റെ ആദ്യപടിയാണ്. ശ്രുതി, അവരെന്നെ നിർബന്ധിച്ച് ട്രാപ്പിലാക്കിയാൽ ഞാൻ എന്ത് ചെയ്യും? അല്ല, ഞാൻ വിശ്വസിക്കില്ല. ഈ ലോകം മുഴുവൻ നിർബന്ധിച്ചാലും നിന്നെ നിലയ്ക്ക് നിർത്താൻ നിനക്ക് സാധിക്കണം. നിനക്ക് അവരുടെ സങ്കേതത്തിൽ കൂടി വരാതിരിക്കാമായിരുന്നു. അവരെ കണ്ടപ്പോൾ നിനക്ക് ഓടി പോകുമായിരുന്നു. നാശത്തിന്റെ വിപണനക്കാരവരെന്ന് നീ കേട്ടിട്ടുള്ളതല്ലേ? ഓ, ഇക്കാര്യത്തിൽ എനിക്കെന്ത് ചെയ്യണമെന്നായില്ല. മറ്റൊന്നും കൊണ്ടല്ല, ഒരുപാട് പ്രതിസന്ധികളെ നീ എന്നെ സഹായിച്ചിട്ടുണ്ട്. അടുത്തറിയും തോറും നിന്നിലെ കലകളെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും തുടങ്ങി. അതെല്ലാം കരുതൽ കത്തി പോകുന്നത് കാണാൻ കഴിയാതെ പറഞ്ഞു പോകുന്നു. ശ്രുതി, നീ എന്റെ മനസ്സറിയുന്ന കൂട്ടുകാരിയാണ്. എന്താണ് ഞാനിത് ചെയ്തത്? നിന്നെ ഉപദേശിക്കാൻ ഞാനാണല്ലോ. ബുദ്ധിയിലും ഒബ്സർവേഷനിലും എന്നേക്കാൾ എത്രയോ ഉയരത്തിലാണ് നീ. മറ്റെന്തെങ്കിലും കഴിവുകളുണ്ട്. പാട്ടുകാരൻ, അഭിനേതാവ്, ആ കഴിവുകളൊക്കെ വിശുദ്ധിയിൽ പോകുന്നത് കാണാൻ മാത്രം പറ്റുന്നതിൽ എനിക്ക് സങ്കടമുണ്ട്. നീ ഇനി ആ വഴി പോകരുത്. എത്ര പ്രലോഭനമുണ്ടായാലും ഇന്നത്തെ പ്രവൃത്തിനെ ആവർത്തിക്കരുത്. ഇല്ല, സത്യം. ഞാൻ ഇനി എന്നെ നന്നായി ശ്രദ്ധിച്ചോളാം. പൂർത്തീകരിച്ച സ്വപ്നത്തിന്റെ ചിറകിലേറി പറക്കുന്നത് കാണാൻ ഹൃദയം നിറഞ്ഞ പ്രാർത്ഥന. ഒന്ന് നോക്കുകയെങ്കിലും ചെയ്തു കൊടുക്കും. എന്നെ മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഇല്ല, മനസ്സിലായില്ല. ആരാണ് നീ? ഓടിക്കരുത്. കോപത്തിന്റെ ആവരണം കണ്ണന്റെ മുഖത്തിനൊട്ടും ചേരില്ല. അതെങ്ങനെ ഇവിടെ നീതിബോധത്തിൽ ലയിച്ചുള്ള ഇരിപ്പല്ലേ? എന്നെ നിരൂപണം ചെയ്യാൻ നീ ആരാണെന്ന് പറയും. പറയാം, ധൃതിപ്പെടാതെ. എന്തെല്ലാം ഇടപാടങ്ങൾ അവൾ നിനക്ക് നൽകി. അവളുടെ കണ്ണുനീരിലലിഞ്ഞ് കണ്ണൻ ശുദ്ധനായി. അല്ലെങ്കിൽ തന്നെ കണ്ണന്റെ പരിശുദ്ധിയൊന്നും നഷ്ടമായിട്ടില്ലല്ലോ. അത് പലരും പവിത്രതയോടെ കാത്തു സൂക്ഷിച്ചിരിക്കുകയല്ലേ. രാധ, രുക്മിണി, ഭക്തവീര, അങ്ങനെ എത്രയോ പേർ. ഇത് മഹാശല്യമായത്. അല്പം സ്വസ്ഥമായിരുന്നു വായിക്കാമെന്ന് വെച്ചാണ് ഇവിടെ വന്നിട്ടുള്ളത്. വായിച്ചുയരങ്ങളിലേക്ക് പറന്നോ? പക്ഷേ ഏത് പറക്കലിനും ഏകാന്തത മാത്രം പോരാ, ഒരല്പം ഇൻസ്പിറേഷൻ കൂടി വേണം. അതിവിടെ കിട്ടില്ല. നീ ഒന്ന് പോയി തരുമോ? പിന്നെയും കോപം. ഈ രാജാശുപത്രിയിൽ നിന്നും തടവുചാടി വന്നതാണോ? ശരിയാ, ഞാൻ പറയുന്നതെല്ലാം അതായി തന്നെ തോന്നും. അല്ലെങ്കിൽ തന്നെ ഈ ലോകത്ത് ആർക്കാണ് അല്പം ഇല്ലാത്തത്? കണ്ണൻ ജീനിയസുകളെ കുറിച്ച് കേട്ടിട്ടില്ലേ? എല്ലാവർക്കും ഉണ്ടായിരുന്നു ഒരല്പം
ഇനി നീ എന്നെ ഒരിക്കലും മറക്കില്ല. നിന്റെ തലച്ചോറിൽ ഞാൻ അനുഭൂതിയായി പടരും. നിന്റെ സിരകളിൽ ഞാൻ സ്വർഗീയ സുഖമായി പതഞ്ഞു പൊന്തും. പുത്തൻ സ്വർഗങ്ങളിൽ നീ പറന്ന് കളിക്കും. നിന്നിലെ കലകൾ, നിന്നിലെ പഠനം എല്ലാം ഇരട്ടിയായി വർദ്ധിക്കും. അവർ എന്റെ മിത്രങ്ങളാണ്. അവരുടെ കയ്യിലുണ്ട് നിനക്ക് വേണ്ടുന്ന പ്രചോദന വസ്തു, സാക്ഷാൽ അമൃതം. അതവർ നിനക്ക് സൗജന്യമായി തരും. സ്വീകരിക്കൂ. നാവ് നീട്ടു വേണ്ട. നിന്റെ സൗഭാഗ്യങ്ങൾ ചേരാനുള്ള ഔഷധമാണത്. നാവ് നീട്ടു. സ്വീകരിക്കൂ വേണ്ട. സ്വീകരിക്കൂ. നാവ് നീട്ടു. അണ്ണന്റെ ജൈത്രയാത്ര ഇവിടെ ആരംഭിച്ചിരിക്കുന്നു. എന്റെ ഭാവിയിൽ ഒരാൾ കൂടി മുന്നേറുന്നു. വിഷ് യു ഓൾ ദ ബെസ്റ്റ് അണ്ണാ. വിഷലഹരിയുടെ ജ്വാലയിൽ ചിറക് കരിയുന്ന മറ്റൊരിരയായി തീർന്നു അവൻ. ഇതൊന്നും അറിയാതെ അവന്റെ അച്ഛനും അമ്മയും ആഹ്ലാദ തിമിർപ്പിൽ. രാജി, ഒന്ന് വേഗം വന്നേ. എന്താ? എന്താ അത്ര ഗൗരവം? ഓ, നേരം പോലെ തമാശ വേണ്ട. 100 കൂട്ടം പ്രോഗ്രാംസ് ഉണ്ട് എനിക്ക്. നീ പൊയ്ക്കോ. അതിനു മുമ്പ് സന്തോഷം കൊണ്ട് മനസ്സൊന്ന് നിറച്ചേര്. കാര്യം പറഞ്ഞാട്ടെ. നമ്മുടെ മോൻ ആരാന്നാ നിന്റെ വിചാരം? ഓ, ഇത് ചോദിക്കാനായിരുന്നോ ഈ നേരത്ത്? നമ്മുടെ മോൻ കണ്ണൻ. അവൻ എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോകുന്നു. എന്താ പോരെ? പോരാ. Now he is an international figure. അമേരിക്കയിൽ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ സ്കോളർഷിപ്പോടെ അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നു. ഇനി അവനെ ന്യൂയോർക്കിലേക്ക് പറക്കാം രാജകീയമായി. അത് പിന്നെ എന്റെ മോനല്ലേ. ആകാശം മൊത്തം അങ്ങ് എടുക്കരുതെന്ന് ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ളതാ. നമുക്കിതൊന്ന് ആഘോഷിക്കണം. വേണം എല്ലാ റിലേറ്റീവ്സിനെയും എല്ലാ ഫ്രണ്ട്സിനെയും എല്ലാവരെയും ക്ഷണിക്കണം. വേണം. അതിനായി ഞാൻ 2 ദിവസത്തെ ലീവ് എടുക്കാൻ പോവാ. അല്ലേലും എന്റെ കുട്ടി പിടിക്കലാ. നീ അമേരിക്കയ്ക്ക് പോകുന്നതിന് മുമ്പ് നമുക്കിതൊന്ന് ആഘോഷിക്കണം. വേണ്ട, അതെന്താ? ഞാനെങ്ങും പോകുന്നില്ല. പോകുന്നില്ലേ? എന്തുകൊണ്ട്? ഇറ്റ്സ് എ റെയർ ഓപ്പർച്യൂണിറ്റി. രാജ്യത്ത് തന്നെ വളരെ കുറച്ച് പേർക്ക് ലഭിക്കുന്ന മികച്ച അവസരം. ആയിരിക്കാം, എനിക്കത് താല്പര്യമില്ല. നീ എന്തായി പറഞ്ഞു വരുന്നത്? കേട്ടപ്പോൾ മനസ്സിലായില്ലേ, ഞാൻ അമേരിക്കയിൽ പഠിക്കാൻ പോകുന്നില്ലെന്ന്. അതെന്തുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്? എനിക്ക് എന്റേതായ റീസൺസ് ഉണ്ട്. തൽക്കാലം അപ്പോഴും പറഞ്ഞാൽ മതി. എന്താ നമ്മുടെ മോന് പറ്റിയത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ആരും കൊതിക്കുന്ന ഈ അവസരം അവൻ എന്തിന് നിഷേധിക്കുന്നു? അണ്ണന്റെ കാര്യത്തിലുള്ള എന്റെ ദൗത്യം വിജയം കണ്ടു തുടങ്ങി. ഇനി അവൻ എന്റെ പാതയിലൂടെ തന്നെ സഞ്ചരിക്കും. പക്ഷേ നീ ചെയ്യുന്ന പാപം എത്ര വലുതാണെന്ന് നീ തിരിച്ചറിയുമല്ലോ. പാപമോ? അങ്ങനെ ഒരു വാക്കിന്റെ നിൽക്കേണ്ട വിലയില്ല. ഇതെല്ലാം എന്റെ പുണ്യങ്ങളാണ്. എത്രയോ ഉയരങ്ങളിൽ എത്തേണ്ട യുവാവ് അവന്റെ ബുദ്ധിയും രക്തവും നീ ഊറ്റിയെടുക്കും. അവന്റെ ഭാവി നീ ഇരുട്ടുകൊണ്ട് നിറയ്ക്കും. സത്യം, നീ പറഞ്ഞതാണ് സത്യം. എന്റെ
കരുത്തോടെ തടികിട്ട് വരുന്നവയുടെ വശീകരണം അവ ഒരിക്കലും വളർന്ന് വൻമരമാകാൻ ഞാൻ അനുവദിക്കില്ല. നീ അധികം മുന്നോട്ട് പോകാൻ ഞാൻ സമ്മതിക്കില്ല. മയങ്ങിപ്പോകാത്ത കുറെ തലച്ചോറുകൾ ഇവിടെ അവശേഷിക്കുമെന്ന് ഓർത്തോ. അവരെ ഞാൻ ഓർമ്മിപ്പിക്കും. നീ ഒരു ചുക്ക് ചെയ്യും. നീ ഈ പറയുന്ന തലച്ചോറുകളുണ്ടല്ലോ, എനിക്ക് ഒരു ഗന്ധമേറ്റാൽ മയങ്ങി പോകാവുന്നതേ ഉള്ളൂ. അതിനു വേണ്ടിയാണ് എന്റെ കഠിന ശ്രമങ്ങൾ. നൂറുകണക്കിന് മാതാപിതാക്കളുടെ കണ്ണുനീരിൽ നിന്റെ വാക്കെല്ലാം ഒഴുകിപ്പോകും. ഒരു കണ്ണുനീരിലും മലിയുന്നല്ല പണവസ്തു അല്ല ഞാൻ. പുതിയ ലോകത്തെ കുറിച്ച് നിനക്കൊന്നു പറഞ്ഞുകൂടാ. എന്റെ സൃഷ്ടാവാരെന്നറിയുമോ? പണം. പണം എന്നാണ് അതിന്റെ പേര്. അതിന്റെ മുകളിലൂടെ മരുന്നും പറക്കില്ലെന്നറിയാമല്ലോ. അമിത ശക്തിയാണ് അതിന്. ഇന്ന് ഈ ലോകം നിയന്ത്രിക്കുന്നതും ഭരിക്കുന്നതും അതിന്റെ കരങ്ങളാണ്. അതിന്റെ ശക്തമായ കരങ്ങൾ. ആ കൈകൾ ദുർബലമാക്കാൻ ബുദ്ധിയും വിവേകവുമുള്ള യുവത്വത്തെ ഞാൻ സംഘടിപ്പിക്കും. പാവം, അവരോട് പൊരുതാൻ നിന്റെ ഈ സംഘാടനത്തിനൊന്നും ശക്തി പോരാ. അവരെ നീ ഒന്ന് തിരിച്ചറിഞ്ഞിട്ട് വേണ്ടി. അദൃശ്യരാണവർ, മായാവികൾ. അവർ പുതിയ രീതികൾ ചമയ്ക്കുന്നു, ഭരണകൂടങ്ങളെ പോലും നിയന്ത്രിക്കുന്നു. അവരുടെ വളർച്ചയ്ക്കും നിലനിൽപ്പിനും ഇവിടെ തളർന്ന സ്ഥിതികളും മങ്ങിയ തലച്ചോറും കുന്നുകൂടണം. അതാണ് എന്റെ ദൗത്യം. നിന്റെ ഒന്നും ഒരു നിയമത്തിന് അവരെ ഒന്ന് സ്പർശിക്കാൻ കൂടി കഴിയില്ല. നിനക്ക് നിന്റെ ജീവൻ രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഈ ബോധപ്രചരണം ഒന്ന് നിർത്ത്. എന്നിട്ട് ഞങ്ങളോടൊപ്പം വാ. ആരെയാണ് നാം ചെറുക്കേണ്ടത്? ആരോടാണ് നാം യുദ്ധം ചെയ്യേണ്ടത്? അറിഞ്ഞുകൂടാ. ഒരു പക്ഷേ നമ്മളോട് തന്നെ ആയിരിക്കാം. ആരോടാണ് നാം യുദ്ധം ചെയ്യേണ്ടത്? ഉയർന്നു നിൽക്കുന്ന മഞ്ഞുമലകളോടോ അതോ തന്നെ തന്നെ പഠിക്കുന്ന രാക്ഷസനോടോ? താങ്കൾ ഒരു കവിയല്ലേ? സമസ്ത വികാരങ്ങൾക്കും ഭാവുകത്വം വീണവും നൽകി അനുഭൂതിച്ചവയ്ക്കുന്ന കവി. അനുഭവങ്ങളുടെ തീച്ചുളയിൽ നിന്നും വിചാരങ്ങളുടെ ആഴത്തിൽ നിന്നും കവിത പിറക്കുമെന്നല്ലേ? അതെ, എങ്കിൽ പറയൂ, ആരോടാണ് നാം യുദ്ധം ചെയ്യേണ്ടത്? ഉത്തരം വരുന്നില്ല അല്ലേ? കവിയിന് മൗനം വെടിയണം. താങ്കളുടെ കണ്ണിലുണ്ണിയായ കണ്ണൻ ഒറ്റപ്പെട്ടവനല്ല. നാശത്തിന്റെ വിഷക്കാരിക്കുന്ന ജീവചൈതന്യം വറ്റിപ്പോയ 10,000ങ്ങളുടെ പ്രതിനിധിയാണ് അവൻ. അവന്റെ ഇപ്പോഴത്തെ അവസ്ഥ അറിയുമോ? ഒരേ സമയം പിച്ചക്കാരനും പിടിച്ചുപറിക്കാരനും കവർച്ചക്കാരനുമാണ് അവൻ. എന്ത്? അവൻ പിച്ചക്കാരനും പിടിച്ചു കഴിക്കാനുമായിരുന്നു? എങ്ങനെ? എന്തിനു വേണ്ടി? പണമുണ്ടാക്കാനുള്ള പല മാർഗങ്ങൾ. എന്തിനെന്നോ വിഷം വാങ്ങി തലച്ചോറിനെ മയക്കാൻ. അവന്റെ അച്ഛനമ്മമാരുടെ അവസ്ഥ അറിയുമോ? ശരീരത്തിനല്ല ഡോക്ടർ, മനസ്സിനാണ് മരവിപ്പ്. ഒരേ ഒരു സന്തതിയുടെ വഴിവിളച്ച ജീവിതം കണ്ടിട്ട് ഡോക്ടർ അവരോട് സംസാരിക്കണം. അയാൾക്കുണ്ടോ? ഇല്ല, ഈയിടെയായി വീട്ടിലേക്കുള്ള വരവ് തന്നെ വളരെ കുറവ്. എവിടെ പോകുന്നു, എന്തിനു പോകുന്നു, ഇതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എന്തെങ്കിലും ചോദിച്ചാൽ കേട്ട ഭാവം നടിക്കില്ല. അയാളെ കുറിച്ച് ചിലത് ഞാനും അറിഞ്ഞു. കഴിഞ്ഞ ദിവസം ചിലത് നേരിൽ കാണുകയും ചെയ്തു. അതൊന്ന് സാറിനോട് സൂചിപ്പിക്കാമെന്ന് കരുതിയാണ് ഞാനിപ്പോൾ വന്നത്. എന്താണ് ഡോക്ടർ?
ഇറ്റ് ഈസ് റിയാലിറ്റി. അവനെ നമുക്ക് ട്രീറ്റ്മെന്റിലൂടെ നേരെയാക്കാം. വൈകിട്ട് നമുക്ക് ബ്ലഡ് കാണാം. ഓക്കെ. ഒട്ടും കുറവില്ല. ഈ ടാബ്ലറ്റിനൊന്നും ഈ തലവേദനയെ മാറ്റാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. കാണുന്നതും കേൾക്കുന്നതുമല്ല ഭീകര വാർത്തകളല്ലേ. ഡോക്ടർ ഇവിടെ വന്നിരുന്നു അല്ലേ? വന്നിരുന്നു. എന്നോടെല്ലാം പറയുകയും ചെയ്തു. രാജി എന്തിനീ എന്നോടെല്ലാം മറച്ചു വെച്ചു? ഒന്നിനും കഴിയുന്നില്ല. അല്ലെങ്കിൽ തന്നെ ഞാൻ എന്താണ് അങ്ങയോട് പറയേണ്ടത്? ഗവൺമെന്റ് സെക്രട്ടറിയുടെ മകൻ മയക്കുമരുന്നിന് അടിമയായി തെരുവിൽ അറിയുന്നു. ശരിയാണ്. ലഹരി മാഫിയയ്ക്കൊപ്പം നാളെ അവനെ തെരുവിൽ വെച്ച് അറസ്റ്റ് ചെയ്താൽ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? മാധ്യമങ്ങൾ അത് ആഘോഷിക്കും. അപ്പോഴും എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? നീ എവിടെയായിരുന്നു? എന്താ നിന്റെ നാവ് ചലിക്കില്ലേ? നീ എന്തിനാണ് എന്നെ കുറിച്ചു നോക്കുന്നത്? അല്ല, ഇങ്ങനെ ചോദ്യം ചെയ്യാൻ നിങ്ങൾ എന്താ ആരാ? മീൻസ് അച്ഛൻ. അതെ, അത് നിന്റെ അച്ഛനും ഞാൻ നിന്റെ അമ്മയുമാ. ഹൈ പൊസിഷനിലുള്ള അച്ഛനും അമ്മയും. എന്നിട്ടും നീ ഇങ്ങനെയായി. എങ്ങനെയായി? നീ കോളേജിൽ കയറിയിട്ട് എത്ര ദിവസമായി? ഓ, കോളേജ്, പറക്കാൻ പഠിപ്പിക്കുന്ന കോളേജ്. ഞാൻ എന്തിനവിടെ പോകണം? അവിടെ പോകാതെ തന്നെ ഞാനിപ്പോൾ അനായാസം പറന്നുകൊണ്ടിരിക്കുക. ആകാശത്തിലുടനീളം ജ്യോതിർഗോളങ്ങൾ. പക്ഷേ അതിന് വലിയ ചിലവ് വരും. more expensive. നീ എന്റെ ATM കാർഡ് മോഷ്ടിച്ചു അല്ലേ? എല്ലാം എനിക്കുള്ളതാണെന്നൊക്കെ പപ്പ പറയാറ്. പിന്നെ എങ്ങനെ അതൊരു മോഷണമാണ്? കാശിന് ആവശ്യമുള്ളപ്പോ ഞാനതിന് എടുത്തു, അത്ര തന്നെ. പക്ഷേ അതിലെ എമൗണ്ട് എല്ലാം തീർന്നു കേട്ടോ. ആ എക്കൗണ്ടെന്ന് വീട്ടിലെ വെക്കണേ. അല്ലെങ്കിൽ ഞാൻ മോഷണം തുടങ്ങിയേക്കും. ഗവൺമെന്റ് ചീഫ് സെക്രട്ടറിയുടെ മോൻ മോഷ്ടിച്ചു എന്നറിഞ്ഞാൽ കുറച്ചില്ലല്ലോ രണ്ടുപേർക്കും. നീ എവിടെ പോകുന്നു? എനിക്ക് പോകാൻ എത്രയോ ഇടങ്ങൾ. നോ, നീ വീട് വിട്ട് എവിടെയും പോകുന്നില്ല. എന്റെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്തിയാൽ എന്റെ ജീവൻ തന്നെ സ്വയം ഇല്ലാതാക്കാൻ ഞാൻ പഠിക്കില്ല. മോനെ, നിനക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഞങ്ങളോട് ഇത്തിരി ശിക്ഷ. ഹേയ്, ശിക്ഷിക്കാൻ ഞാനാണ്. പപ്പ ഓർക്കുന്നുണ്ടോ? ബാലനായിരുന്ന എന്നെയും കൊണ്ട് നിങ്ങൾ ക്ലബുകളിലെ പൊങ്ങച്ച പാർട്ടികളിൽ പങ്കെടുത്തിരുന്നത്? അവിടെ വെച്ച് നിറയുന്ന ഗ്ലാസുകളിൽ നിന്നും എൻ്റെ നാവിൽ വാത്സല്യത്തോടെ തുള്ളി കളിപ്പിച്ചു തന്നത്. അതിൽ നിന്ന് രുചിയും ഗന്ധവുമെല്ലാം എൻ്റെ തലച്ചോറിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നു. ഈയിടെയായി അതെല്ലാം പുറത്തു വന്നു. ഇനിയിപ്പോൾ അതൊന്നുമില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. ബൈ, ഇനി എപ്പോഴെങ്കിലും കാണാം.
അവന്റെ ഈ പതനത്തിന് ഞാനും കാരണക്കാരനാണെന്ന് കൈപ്പിടിയിൽ കിട്ടാത്ത വിധം അവൻ നമ്മളിൽ നിന്ന് അകന്നു കഴിഞ്ഞു. ഒരേ കണ്ണനായി നമുക്കിനി അവനെ തിരികെ കിട്ടില്ല. ഒരിക്കലും കിട്ടുമെന്ന് തോന്നുന്നില്ല. നാം ഇനി എന്ത് ചെയ്യും? നമുക്കൊന്നിച്ച് ഈ ജീവിതം ഒന്ന് അവസാനിപ്പിച്ചാലോ? കണ്ടോ, ജീവിതത്തിന്റെ ചുഴികളിൽ വീണ് ഉഴലുന്നവരെ കണ്ടോ. ഈ രസങ്ങൾ വീഴാതിരിക്കണമെങ്കിൽ ഉള്ളിൽ വിവേകം വേണം. ഇന്ന് മനുഷ്യ മനസ്സുകളിൽ നിന്നും സമ്പൂർണ്ണമായി പോയിരിക്കുന്നു വിവേകം. കാലത്തിലത് വീണ്ടെടുക്കാൻ കഴിയില്ല. കാലത്തിന് പലപ്പോഴും സാക്ഷിയാകാനേ കഴിയൂ. കാരണം പ്രേരിപ്പിച്ച് നിർബന്ധിച്ച് നേടാവുന്നതൊക്കെ സാധിക്കും. നല്ല കാഴ്ചയും കേൾവിയും നിലനിർത്തി ജീവിച്ചാലേ അത് നേടാനാവൂ. ദുഷ്ടശക്തികൾ നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കാഴ്ചയും കേൾവിയും ഇല്ലാതാക്കാനാണ്. അവിടേക്ക് നോക്കൂ. അണ്ണാ, ഇനി ഒരു ചൂട് കൂടി നീ മുന്നോട്ട് വെച്ചാൽ നീ നരകത്തിന്റെ ആഴങ്ങളിൽ ചെന്ന് പതിക്കും. പിന്നെ നിനക്ക് കരകയറാനാവില്ല. വരൂ, എന്നോടൊപ്പം വരൂ. പറയുന്നത് കള്ളം. നിന്നെ പറ്റിക്കാനുള്ള തന്ത്രം. നീ അനുഭവിക്കുന്ന സ്വർഗം കണ്ടിട്ടുള്ള അസൂയ. വരൂ, എന്നോടൊപ്പം വരൂ. കണ്ണാ, നിന്റെ അച്ഛനമ്മമാർ സ്വയം മരണത്തിന്റെ വക്കീലാണ്. ഇനി ഒരു നിമിഷം സമ്മതിച്ചാൽ നിനക്ക് അവർ നഷ്ടമാകും. വരൂ. എന്തു ബന്ധങ്ങൾ! പുതിയ അച്ഛനമ്മമാരെ നിനക്ക് ഞാൻ സംഘടിപ്പിച്ചു തരും. നീ അനുഭവിക്കുന്ന അനുഭൂതിക്ക് അപ്പുറമല്ല ഒരു ബന്ധങ്ങളും. വരൂ, എന്റെ കൂടെ വരൂ. നിന്റെ വിദ്യാഭ്യാസം നിനക്ക് പൂർത്തിയാക്കണ്ടേ? ജീവിത ലക്ഷ്യങ്ങൾ എത്തിപ്പിടിക്കണ്ടേ? വരൂ. എന്തിന് വിദ്യാഭ്യാസം? എന്തിന് ഉദ്യോഗം? ഏതു നേരവും പ്രകൃതിയുടെ ആകാശത്തിന്റെ പേരിൽ പറക്കാൻ കഴിഞ്ഞാൽ അതല്ലേ സൗഭാഗ്യം. വരൂ. അരുത്, പോകരുത്. നീ വെറുതെ ഒച്ച വെക്കണ്ട. അവൻ എന്നോടൊപ്പമേ വരൂ. ആരാണ് ഇവിടെ വിജയിച്ചത്? കറുത്ത ശക്തി. കാലമാകുന്നതിന്റെ നെഞ്ചിലവർ കിരാത നൃത്തം ചെയ്യുന്നു. നിനക്കാവില്ലേ ഒന്ന് പ്രതിരോധിക്കാൻ? ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എന്റെ ഉദരത്തിൽ പിറന്ന സന്തതികളാണ്. അതിന് നേരെ പേര് നിസ്സംഗരാണ്. ആര് ചത്താലും ലോകം നശിച്ചാലും അവർക്ക് ഒറ്റ ചിന്തയേ ഉള്ളൂ: ധനം. ധനം കുന്നുകൂട്ടാൻ അവർ ജോലി ചെയ്യുന്നു. ധനം നേടാൻ അവർ മക്കളെ പഠിപ്പിക്കുന്നു. ധനികരാകാൻ വേണ്ടി മാത്രം ജോലി ചെയ്യുന്നു. മക്കളെ മനുഷ്യരാക്കാൻ അവർ മറന്നു പോകുന്നു. മക്കൾക്ക് വ്യക്തിത്വമുണ്ടെന്ന് അവർ ഓർക്കുന്നില്ല. അവരുടെ വിചാരങ്ങളെ അവർ ഗൗരവിക്കുന്നില്ല. വേഗത്തിൽ കച്ചവടം നടത്താൻ കൂടുതൽ തീറ്റ കൊടുത്ത് ബ്രോയിലർ കോഴികളെ പോലെ ഒഴിപ്പിക്കുന്നു. എന്നിട്ടോ തിരിഞ്ഞു കൊടുക്കുമ്പോൾ വിലപിക്കുന്നു. എന്നെ നിങ്ങളുടെ നാട്ടിൽ കളിക്കുന്നില്ലേ? എവിടെ നിങ്ങളുടെ പാണ്ഡത്തിലെ അക്ഷരങ്ങൾ എല്ലാം വരഞ്ഞു പോയോ? ഞാനതെല്ലാം വീണ്ടെടുക്കാൻ ശ്രമിക്കാം. അമാനിക്കരുത്. ഇരകൾ കൂട്ടത്തോടെ പാതാളത്തിൽ അടിഞ്ഞുകൊണ്ടിരിക്കുന്നു. കുലമറിഞ്ഞ് വരും മുൻപ്. കണ്ണനെവിടെ? എന്താണ് നിന്റെ അവസ്ഥ? അതിപിന്നൊരു ദൈവവുമാണ് എൻ്റെ അവസ്ഥ. കുത്തഴിഞ്ഞ ജീവിതം ദൈവത്തിൻ്റെയായി അലഞ്ഞു. ക്രിമിനൽ കേസുകളിൽ പ്രതിയായി. അവന്റെ ഉന്മാദം ഊറ്റിക്കുറിച്ച ദേഹത്തെ ആരോ പ്രാന്താശുപത്രിയിൽ എത്തിച്ചു. അവരെയാണ് നമ്മൾ
തെരുവിലൂടെ ഓടി നടക്കുന്നു. വഴിയെ പോകുന്നവർ അവനെ കല്ലെറിയുന്നു. അവന്റെ സ്വരമാണ് കേൾക്കുന്നത്. വിദ്യാർത്ഥിയുടെ സ്വരം വിലാസത്തിന്റെ കാരണം. മാറി നിൽക്ക്. ഇവനെ മാത്രമല്ല, ഇവനെ പോലെ 10,000-ങ്ങളെ ഇവരുടെ അസ്ഥികൂടത്തിലാണ് ഞാൻ എന്റെ സിംഹാസനം ഉറപ്പിക്കാൻ പോകുന്നത്. ഇങ്ങനെ ഞാൻ അനുവദിക്കില്ല. എന്റെ സഹനത്തിന്റെ സീമകളെല്ലാം പറ്റി. ദേ നോക്ക്, എന്റെ കടിഞ്ഞാണിൽ അമർന്നു കിടക്കുന്ന 1000-ങ്ങളെ. ഞാൻ കണ്ണൻ. നിനക്ക് എന്ത് ചെയ്യാൻ കഴിയും? എന്നെ തുറന്നവനാണ് നീയോ, എന്നെ തന്നെ വളർന്നവനാണ് നീയോ, എന്നെ തന്നെ വീണാക്കേണ്ടവനാണ് നീയോ. എനിക്കറിയാം, മറ്റൊന്നിനും നിന്നെ തളയ്ക്കാനാവില്ല. ഒരു നിയമത്തിനും ഒരു ഭരണകൂടത്തിനും ഞാൻ നിന്നെ തളയ്ക്കും, ഞാൻ നിന്നെ തളർത്തും. ഇനി നിന്റെ ഓരോ ചലനങ്ങളും ഞാൻ നിയന്ത്രിക്കും, മനുഷ്യകുലത്തിന്റെ രക്ഷയ്ക്കായി. കണ്ണാ, മോനെ, എഴുന്നേൽക്കൂ. ഈ ജീവിതം നിന്നെ ക്ഷണിക്കുന്നു. ഈ നാട്ടിന് കരുത്താകാൻ, ഈ ഭൂമിക്ക് രക്ഷകനാകാൻ. നിന്റെ ഭൂതകാലത്തെ കടലിലെറിഞ്ഞ് കരുത്തനായി എഴുന്നേൽക്കൂ. ഇതൊരു പുനർജ കാലവേദി ജീവിതത്തിൽ എറിഞ്ഞു ഞാൻ തിരികെ വന്നെത്തുന്നു. സ്വീകരിക്കൂ തരുക അനുഗ്രഹം. കാലമേ പുതു പിറവിയർച്ചിക്കുന്നു. നന്മ നൽകൂ. ഇവിടെ ഞാൻ എന്റെ പരിവേഷങ്ങളെല്ലാം അഴിച്ചു വെക്കുന്നു. എനിക്കറിയാം, മനുഷ്യ മനസ്സുകളുടെ കൂട്ടായ്മയ്ക്ക് മുന്നിൽ ഞാൻ കേവലം ദുർബലൻ. പക്ഷേ വിനുതനായ ഒരു കാര്യം ഞാൻ അറിയിക്കട്ടെ. ഞാൻ കേവലം ഒരു ഇര മാത്രം. ഏതോ അജ്ഞാതന്റെ ചരടുവലിക്കൊപ്പം ചലിക്കുന്ന വെറും ഒരു പാവ. അവന്റെ ധനക്കുഴപ്പിന് ആക്കം കൂട്ടാൻ ആജ്ഞാനുവർത്തിയായി തീർന്ന വെറും ഒരു കരു. കേൾക്കൂ, കാതു തുറന്ന് കേൾക്കൂ. എനിക്കുമുണ്ടായിരുന്നു നല്ലവരായ അച്ഛനമ്മമാർ. പഠിക്കാൻ ഞാൻ സമർത്ഥയായിരുന്നു. ഒരുപാട് കഴിവുകൾ എനിക്കുമുണ്ടായിരുന്നു. പക്ഷേ ഇത്തിരി നേരത്തെ കൃത്രിമ സുഖത്തിന് വേണ്ടി ഞാൻ അതെല്ലാം